SSLC അടിസ്ഥാന പാഠാവലിയുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകാ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണണം. കാരണം ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പാർട്ട് 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അങ്ങനെ ഈ ഒരു പാർട്ടിൽ 4 മാർക്കാണ് 4 ചോദ്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, നീ ഉദാരതയ്ക്ക് പര്യായം വിഷുക്കണി. കവി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻസ്: ഐശ്വര്യ ദേവതയെ, അമ്മയെ, കൊന്നപ്പൂവിനെ, ചങ്ങാതിമാരെ. ഏതിനെയാണ് നീ ഉദാരതയ്ക്ക് പര്യായമെന്ന് കവി വിശേഷിപ്പിക്കുന്നത്? ഐശ്വര്യ ദേവതയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഐശ്വര്യ ദേവതയെ. ഇനി രണ്ടാമത്തെ ചോദ്യം, പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. കെത്തളു, ഏട്ടക്കൂരി. പുഴ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് പുഴ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വനനശീകരണം, കുടിവെള്ള പദ്ധതികൾ, മണൽവാരൽ പ്രവർത്തനങ്ങൾ, പ്രളയം ഭയന്ന്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മണൽവാരൽ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പുഴ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നത്. ഇനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത് എന്നാണ്. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മനസ്സിലാവാത്തതാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ 2-3 വട്ടം വായിച്ചാലാണ് കൃത്യമായിട്ട് ഏതാണ് ശരിയായി പിരിച്ചെഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ശരിയായി പിരിച്ചെഴുതിയിട്ടില്ലാത്ത ഏതെന്നായിരിക്കും ചോദ്യം. അപ്പോൾ കൃത്യമായി ചോദ്യം വായിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ശരിയായി പിരിച്ചെഴുതിയത് ഏതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ, നോട്ടമെറിഞ്ഞ്, നോട്ട മെറിഞ്ഞ്, പോറിയിടുക, പോറി ഇടുക, നിശബ്ദതയിൽ, നിശബ്ദത ഇല്ലാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ചില അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ ശരിയാണ്. നോട്ടമെറിഞ്ഞ്, നോട്ട മെറിഞ്ഞ് എന്നല്ല, നോട്ടം എറിഞ്ഞ് എന്നതാണ്. പോറിയിടുക, പോറി ഇടുക, അത് ശരിയാണ്. നിശബ്ദതയിൽ, നിശബ്ദത ഇല്ലാണ്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള ഇല്ലാണ്. സത്യത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? നിശബ്ദത ഇല്ലാണ്, ഈ ആണ് വരേണ്ടത്. ഇവിടെ യാ കൂട്ടിയാണ്, യകാരമാണ് വന്നിട്ടുള്ളത്. ഈ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ശരി? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. 1ഉം 3ഉം ശരി, 3 മാത്രം ശരി, 2ഉം 4ഉം ശരി, 1 മാത്രം ശരി. അപ്പം നമുക്കറിയാം 1ഉം 3ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. 1ഉം 3ഉം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യജ്ഞം ചെയ്യുവിൻ. എൻ്റെ ഭാഷ. അടിവരയിട്ട പദത്തിൻ്റെ സന്ദർഭത്തിലെ അർത്ഥം ഏതാണ്? ഇവിടെ യജ്ഞം എന്ന പദത്തിന് അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: യാഗം, അധ്വാനം, കരുണ, ത്യാഗം. അപ്പം സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്താൻ വേണ്ടി ബുദ്ധിമാന്മാരെ നിങ്ങൾ യജ്ഞം ചെയ്യുവിൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അധ്വാനിക്കാനാണ്. അപ്പോൾ ഇവിടെ യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം അധ്വാനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി താഴെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് അടുത്ത പാർട്ട്. 2 മാർക്കാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വരും. 2 മാർക്കാണ് ഈ ഒരു പാർട്ടിൽ. ഓപ്ഷൻസ് ഉണ്ട് എയും ബിയും. ഓപ്ഷൻ എ, ചോദ്യം എ, എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഇരുൾ നാട്ടിലൻ ചെങ്ങാതി മാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി. വരികളിലെ ഇരുട്ട് എന്ന പദം നൽകുന്ന വ്യത്യസ്ത അർത്ഥ സൂചനകൾ എഴുതുക. അപ്പോൾ ഈ വരിയിൽ ഇരുട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇരുട്ട് എന്ന പദത്തിൻ്റെ അർത്ഥ സൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ബി ക്വസ്റ്റ്യൻ, പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം.
ഈ വാക്കുകളിലെ ജീവിത ദർശനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. അപ്പോൾ ഇത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്ത് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്ന വാക്കുകളാണ്. പാടത്തിൻ്റെ ഉടമയെ കൊത്തിക്കൊല്ലാം എന്ന് പറയുന്ന മറ്റ് പക്ഷികളോട് അത് വേണ്ട എന്ന്, അല്ല അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന വിലക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളിലെ ജീവിത ദർശനം എന്താണ് എന്നാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്ന് നോക്കാം. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 6 മുതൽ 9 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. ശ്രദ്ധിക്കുക, അരപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു വശത്തിൻ്റെ പകുതിയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. വലിച്ചു വാരി എഴുതിയിട്ടും കാര്യമില്ല. അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതമാണ്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു സൈഡെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ടുള്ള ചോദ്യത്തിനുള്ള ആശയങ്ങൾ തന്നെ ക്രോഡീകരിച്ചാണ് എഴുതേണ്ടത്. വെറുതെ വരി വലിച്ചെഴുതിയാൽ മാർക്ക് ലഭിക്കില്ല. അപ്പോൾ 6ാമത്തെ ചോദ്യം, പാറ പോലെ ഉറച്ചു കിടന്ന ഇഴുകിപ്പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല. അതിനുള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത്. അതിന് നേതൃത്വം വഹിച്ചത് വീട്ടിയാണ്. അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ചരിത്രം രചിച്ച നാടകം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ നിരീക്ഷണത്തിൽ തെളിയുന്നത്? ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ഈ ചരിത്രം രചിച്ച നാടകം എന്ന വീട്ടിയുടെ ഈ ഒരു നാടകം, ചരിത്രം രചിച്ച നാടകം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ ഒരു നാടകം അന്നത്തെ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ നവോത്ഥാനമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത്രത്തോളം സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, പ്രത്യേകിച്ച് അന്തർജനങ്ങളായിട്ടുള്ള ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സമൂഹത്തിലേക്ക് വരാൻ യാതൊരുവിധ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും തങ്ങളുടെ ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ മനകളിൽ അവരുടെ അടുക്കള ജോലിയും ഒക്കെ ആയിട്ട് തളച്ചിട്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് എത്ര തന്നെ കഴിവുണ്ടെങ്കിലും അവർ പുറത്തേക്ക് വരാനോ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ അതിനുള്ളൊരു സ്വാതന്ത്ര്യമോ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ ഒരു നാടകം മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ആ നാടകത്തിൻ്റെ ആശയം പുറമേ ഒരുപാട് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പാറ പോലെ ഉറച്ചു കിടന്ന ഇഴുകിപ്പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോകുന്ന യാഥാസ്ഥിതികത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്പൂതിരി സമൂഹത്തിനുള്ളിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഇഴുകിപ്പിടിച്ചു പോയിരുന്ന ആചാരങ്ങളെ പുറത്തുനിന്ന് ആക്രമിച്ച് അത് ഇല്ലാതാക്കുക, പുറമേ നിന്ന് അത് ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി ആ കോട്ടയെ ഭേദിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഇത്രത്തോളം സവിശേഷത അർഹിക്കാൻ കാരണം. അപ്പം ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിച്ച്, അപ്പോൾ ഈ ഒരു നാടകത്തിൻ്റെ പ്രത്യേകത, ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ പ്രത്യേകത അക്കാലത്ത് സാമൂഹ്യ നവോത്ഥാനം, സ്ത്രീ ഉന്നമനം, സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യം, ആശയപ്രകാശനം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ആശയങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള നാടകമാണ്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, ഖൽബിലെ നിലാവ് എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? സ്വാഭിപ്രായം കുറിക്കുക. അപ്പോൾ ഖൽബിലെ നിലാവ് എന്ന ആ ഒരു കവിതയ്ക്ക് ആ ഒരു ശീർഷകം എത്രത്തോളം ഉചിതമാണ് എന്ന് നമുക്ക് നോക്കാം.
ചോദ്യം 8. ഹൃദ്യം സ്വഭാഷതൻ ശിഖരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ. എൻ്റെ ഭാഷ. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്? സ്വന്തം ഭാഷയുടെ ഓരോ വരികളും ഉൾത്തേനായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അന്യബിന്ദുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് അന്യഭാഷകളാണ്. അത് നമ്മുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. അത് മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ പോലെ നമ്മളിൽ മിന്നിച്ചു നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ നമ്മുടെ ഭാഷ, സ്വന്തം ഭാഷയുടെ ഓരോ വരികളും ഓരോ വാക്കുകളും അത് ഉൾത്തേനായി നമ്മളിൽ തന്നെ അലിഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ള ഭാഷകൾ പുറമേക്കാണ് മിന്നിച്ചു നിൽക്കുന്നതെങ്കിൽ, ബഹിർഭാഗമാണ്, പുറമേക്ക് മിന്നിച്ചു നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തേനായി, നമ്മുടെ ഉൾത്തേനായി ചേരുന്ന, നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം ഭാഷ, അല്ലെങ്കിൽ എല്ലാവരുടെയും മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരികളുടെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ വരികളിലെ ആശയം വിവരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷ എങ്ങനെയാണ് ഒരു മനുഷ്യന് എത്രത്തോളം വിലപ്പെട്ടതാകുന്നത്, മാതൃഭാഷയിൽ ഒരു കാര്യം പറയുമ്പോൾ അവൻ്റെ മനസ്സിലും മറ്റുള്ള ഭാഷയിൽ പറയുമ്പം അവൻ്റെ ബുദ്ധിയിലുമാണ് അത് പ്രകാശിക്കുന്നതെന്ന് കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് ഒരു മനുഷ്യന് മാതൃഭാഷ എത്രത്തോളം പ്രാധാന്യമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃഭാഷ അവഗണന നേരിടുന്നില്ലേ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് തരണം ചെയ്യാവുന്നത്, മാതൃഭാഷ മറന്നുപോകുന്ന മലയാളികൾ, അപ്പോൾ സ്വന്തം ഭാഷ പറയാൻ ഇഷ്ടപ്പെടാത്ത, സ്വന്തം ഭാഷയിൽ മാർക്ക് കുറഞ്ഞാലും അതിനെ ഗൗനിക്കാത്ത, സ്വന്തം മക്കൾ മലയാള ഭാഷ പഠിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ മലയാള ഭാഷ പഠിക്കേണ്ട എന്ന് ശഠിക്കുന്ന മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ മാതൃഭാഷ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിതിന് കുറിപ്പ് തയ്യാറാക്കുക. ഇനി 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം എ, ഉടമ. വീണ്ടും ധ്യാനത്തിൽ തന്നെ ഈ കൂരമ്പേൽക്കട്ടെ. പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പയക്കുന്നു. പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എയ്തതിനു ശേഷം അങ്ങനെ പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ലോകജീവിതത്തെ നരകതുല്യമാക്കുന്നത് പാടത്തിൻ ഉടമയെ പോലെയുള്ളവരുടെ മനോഭാവമല്ലേ? വിമർശനാത്മകമായി വിലയിരുത്തുക. അപ്പോൾ ഈ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന ഈ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ആശയമൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ആശയം. അപ്പോൾ ഈ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഈ പക്ഷിശാസ്ത്രക്കാരനും അതുപോലെ തന്നെ ബാക്കിയുള്ള പക്ഷികളുമൊക്കെ നന്മയുടെ ഭാഗം പ്രതിനിധീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പക്ഷിശാസ്ത്രക്കാരൻ ഒരു നന്മയുടെ, സഹനത്തിൻ്റെയൊക്കെ ഭാഗം പ്രതിനിധീകരിക്കുമ്പോൾ, ഈ പാടത്തിനുടമ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പക്ഷിയായിരുന്നു പാടത്തിൻ്റെ ഉടമ. പിന്നീട് പാടത്തിൻ്റെ ഉടമയായി മാറുന്ന ആ പക്ഷി തൻ്റെ കൂടെയുള്ളവരെ പിന്നീട് ദ്രോഹിക്കാനും അവരുടെ ജീവിതം ഇല്ലാതാക്കാനും അവരുടെ പട്ടിണി, അവരുടെ വിശപ്പിന് കാരണമാകുകയും അവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുന്നുണ്ട്. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ആര്? പാടത്തിൻ്റെ ഉടമ. അപ്പോൾ ഈ പാടത്തിൻ്റെ ഉടമയെ പോലെയുള്ളവരുടെ മനോഭാവമാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുന്ന ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന അത്തരത്തിലുള്ള മനുഷ്യരാണ് ലോകജീവിതം നരകതുല്യമാക്കുന്നത്. അപ്പോൾ അതിനെ വിമർശനാത്മകമായി വിലയിരുത്തുക എന്ന് പറയുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്നുള്ളതല്ല. വിമർശനാത്മകമായ വിലയിരുത്തൽ അല്ലെങ്കിൽ വിമർശനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ള തെറ്റിദ്ധാരണയാണ് എന്ത്? അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. വിമർശിക്കുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളതല്ല. എതിരായിട്ടുള്ള ഒരു ആശയം അവിടെ എഴുതുക എന്നുള്ളതല്ല. അതിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയത്തിലെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പാടത്തിൻ്റെ ഉടമയുടെ ദ്രോഹം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മനോഭാവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ചിന്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത്തരം മനോഭാവമുള്ള മനുഷ്യരാണ് തീർച്ചയായും ലോക ജീവിതത്തെ നരകതുല്യമാക്കുന്നത് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് വേണം ഇതിന് വിമർശനാത്മകമായി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ചോദ്യം ബി ആണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തക്കാലത്തും രക്ഷയില്ല.
കെത്തളു ഏട്ടക്കൂരി. അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ യാതനാ നിർഭരമായ ജീവിതമാണോ ഏട്ടക്കൂരി എന്ന കവിതയിൽ തെളിയുന്നത്? മുകളിൽ നൽകിയ വരികളും കവിതയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ കെത്തളു എന്ന പാഠഭാഗത്തിന്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ഇത്തരത്തിൽ എല്ലാ പാഠഭാഗങ്ങളുടെയും ആശയം അല്ലെങ്കിൽ ആസ്വാദനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്ത്? ഈ ഒരു ഏട്ടക്കൂരി എന്നത് ഒരു മത്സ്യത്തിൻ്റെ പ്രതീകം എന്നതിലുപരി മത്സ്യത്തിൻ്റെ പ്രതീകമാണ്. മത്സ്യങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ പ്രകൃതിനാശം മൂലം മത്സ്യങ്ങൾ നേരിടുന്ന ജീവജാലങ്ങൾ നേരിടുന്ന എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. പക്ഷേ എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതീകമായി എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഏട്ടക്കൂരിയെ ഇതിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലേ? അതായത് തൻ്റെ പരിശ്രമം മൂലം പിന്നീട് കയറി വരാൻ തയ്യാറാകുന്ന ഈ ഒരു അധസ്ഥിത ജനങ്ങൾക്ക് നേരെ പിന്നീടും അവരെ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഉയർന്ന വർഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് ഏട്ടക്കൂരി. എപ്പോഴും ഉയർന്നു നിൽക്കുന്ന മനുഷ്യർ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതയിൽ നിലനിൽക്കുന്ന മനുഷ്യർ തന്നെ പിന്നീടും ഉയർച്ചയിലേക്ക് വരികയും തൻ്റെ കഴിവുകൾ കൊണ്ട് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഈ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ, ഈ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന അവരുടെ പരിശ്രമത്തെ ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഏട്ടക്കൂരി എന്നത് ഒരു മത്സ്യത്തിൻ്റെ പ്രതിനിധി എന്നതിലുപരി അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ യാതന നിർഭരമായ ജീവിതമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അവർ പലപ്പോഴും തങ്ങളുടെ പ്രയത്നം കൊണ്ട് മുന്നിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും അവരെ പിന്നീടും അടിച്ചമർത്തുന്ന ഒരു കൂട്ടം വിഭാഗം, അതുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കാത്ത ഒരു അധസ്ഥിത വിഭാഗം, അവരുടെ യാതനാ നിർഭരമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വെറും ഒരു മത്സ്യത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കാതെ അത് അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും അതുപോലെ തന്നെ പ്രകൃതി ചൂഷണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിനിധിയായി നമുക്ക് ഇവിടെ ഏട്ടക്കൂരി എന്ന മത്സ്യത്തെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വരികളും കവിതയിലെ ആശയം ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആശയം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? വിശകലനം ചെയ്ത് ഇതിന് സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. സ്വാഭിപ്രായക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം എഴുതാമെങ്കിലും അതിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആശയം മനസ്സിലാക്കി പ്രസക്തി മനസ്സിലാക്കി വേണം നിങ്ങളതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 7 മാർക്കിൻ്റെ ചോദ്യമാണ്. 10-11 ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. ചോദ്യം 10, അടുപ്പത്തെ പണി ഒരു കടലാഫീസെ, അതങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റെങ്ങനെ? അതിൻ്റെ പെയിൻ്റടി പോലല്ലാതെ എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്, ഒരിക്കൽ ഉമ്മ ചോദിച്ചു. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആളു കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും. ചിത്രകാരി നൽകിയ സന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഉമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പം ചിത്രകാരി എന്ന ഈ ഒരു കഥയ്ക്ക്, ഈ കഥയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത, സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ കൃത്യമായി പറയുന്ന ഷാഹിനയുടെ ഒരു കഥയാണ് ഏത്? ചിത്രകാരി. അപ്പോൾ ഈ കഥയിൽ ഈ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരിയുടെ ഫിസയുടെ ഭർത്താവിൻ്റെ അമ്മയാണ്, അതായത് അമ്മയാണ് ആര്? ഈ ഉമ്മ. അപ്പോൾ ഈ ഉമ്മയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഫിസയ്ക്കെതിരെ നിൽക്കുക അല്ലെങ്കിൽ ഫിസയുടെ കഴിവുകൾക്കെതിരെ നിൽക്കുന്ന സ്ത്രീ ആയിട്ട് കൂടി ഫിസയുടെ കഴിവുകൾക്കെതിരെ നിൽക്കുന്ന, അതിനെ അവഗണിക്കുന്ന, പുച്ഛിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഹാഫിസിൻ്റെ, അതായത് ഫിസയുടെ ഭർത്താവിൻ്റെ ഉമ്മ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിനെ എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം ചെയ്യുക എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്ര നിരൂപണമാണ്. ഈ ഒരു കഥയിൽ ഫിസയുടെ ഭർത്താവായിട്ടുള്ള ഹാഫിസിൻ്റെ ഉമ്മ, അതുപോലെ ഹാഫിസിൻ്റെ ബാപ്പ, ഇവരുടെ എല്ലാവരുടെയും കഥാപാത്ര നിരൂപണങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയിരിക്കണം. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിസയുടെ അമ്മയുടെ ഹാഫിസിൻ്റെ ഉമ്മയുടെ കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഇനി ചോദ്യം 11 നമുക്ക് നോക്കാം. ഇതിന് ഓപ്ഷൻ ഉണ്ട്, എയും ബിയും. ഇവിടെ നോക്കാം. നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സിൽ ഒരിക്കലും വേദനിച്ചുകൂടാ. ആനന്ദാശ്രുക്കൾ. കുഞ്ഞെ യുദ്ധം തീർന്നു, വീട്ടിലേക്ക് പോകൂ. ഇതാണ് ഇപ്പം എൻ്റെ വീട്.
അപ്പം ഇവിടെ ഒന്ന് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്ത് ഫാദർ ഫ്രാൻസിസ് പറയുന്ന വാക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു യുദ്ധത്തിന് ശേഷം പട്ടാളക്കാരൻ കുട്ടിയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവിടെ എല്ലാവരെയും അവൻ്റെ ഉറ്റവരൊക്കെ മരിച്ചും അവൻ്റെ വീടുമൊക്കെ ഇല്ലാതായൊക്കെ കിടപ്പുണ്ട്, നശിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഇതാണ് ഇപ്പം എൻ്റെ വീടെന്ന്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു നോവൽ ഭാഗത്തെ സന്ദർഭവും കാർട്ടൂണും നോക്കുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നൽകുന്ന തിരിച്ചറിവുകൾ ഇതിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചെറുപ്പകാലത്ത് കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കുക, അവർക്ക് പാറപ്പറന്ന് നടക്കാൻ സാധിക്കുക, അവരുടെ അവകാശങ്ങളെ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പഠിക്കാൻ സാധിക്കുക, പുതിയ പുതിയ അറിവുകൾ നേടാൻ സാധിക്കുക, അവരുടെ ബാല്യത്തെ മനോഹരമാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിനെതിരെ നിൽക്കുന്നതൊക്കെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കൽ തന്നെയാണ്, കുട്ടികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രചനകളും വിശകലനം ചെയ്ത് സുരക്ഷിത ബാല്യം കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ഉപന്യാസത്തിന് കൃത്യമായിട്ടൊരു ഹെഡിങ് വേണം. അതുപോലെ തന്നെ ഇവിടെ സുരക്ഷിത ബാല്യം കുട്ടികളുടെ അവകാശം എന്ന് കൃത്യമായിട്ട് വിഷയം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. ഇനി വിഷയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആശയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്ത് തലക്കെട്ട് നൽകുക. അതിനുശേഷം ഇതിന് ആമുഖമായി ഒരു ആമുഖം എഴുതുക. ഇതിന് ആദ്യം ഈ ഒരു വിഷയത്തെ ഈ ഒരു വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആശയം കൃത്യമായി വരത്തക്ക രീതിയിൽ ഒരു ആമുഖം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ കുട്ടികളുടെ സുരക്ഷിത ബാല്യം, അവരുടെ ബാല്യം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. ആ ബാല്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും സ്വാതന്ത്ര്യവും സ്നേഹവും പരിഗണനയും ചേർത്ത് നിർത്തലും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ആ പ്രായത്തിൽ തന്നെ അവർക്ക് ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിച്ചിട്ടോ അതിനുശേഷം അവർക്ക് ലഭിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ സുരക്ഷിത ബാല്യമാണ് കുട്ടികളുടെ അവകാശം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലെ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു ആമുഖം തയ്യാറാക്കുക. അതിനുശേഷം ഈ പാഠഭാഗവും, അതായത് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗവും അതുപോലെ തന്നെ ഈ കാർട്ടൂണും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നീട് ആമുഖത്തിന് ശേഷം ആശയങ്ങൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അടുത്ത പാരഗ്രാഫിൽ എഴുതുക. അതിനുശേഷം അവസാനമായി ഇതിനൊരു ഉപസംഹാരം, അത് നിങ്ങളുടേതായിട്ടുള്ള സ്വാഭിപ്രായം ഇതൊക്കെ എഴുതിയതിനു ശേഷം ഇതിനെ നിങ്ങൾ ഉപസംഹരിച്ചുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കി, ഈ ആശയത്തെ ചുരുക്കി നിങ്ങൾ ഒരു ഉപസംഹാരം കൂടി എഴുതാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഏതൊരു വിഷയം തന്നാലും നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ബി ആണ്. ഉന്നത ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹമുണ്ടായി എന്നർത്ഥമില്ല. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. മാതൃഭാഷയിൽ വിജ്ഞാനം പ്രചരിപ്പിക്കാത്തിടത്തോളം കാലം വിജ്ഞാന സമൂഹം എന്ന ആശയം അപൂർണമായിരിക്കുമെന്ന് തീർച്ചയാണ്. അതായത് ഒരാൾ ഒരുപാട് ബിരുദങ്ങൾ നേടി, അവന് ഒരുപാട് വിദ്യാഭ്യാസം നേടി എന്നതുകൊണ്ട് മാത്രം ഒരു വിഷയത്തിൽ അവന് അവഗാഹം, കൂടുതലായ അറിവ് ഉണ്ടാകണം എന്ന് അർത്ഥമില്ല. ആ വിഷയത്തിൽ അവന് കൂടുതൽ അവഗാഹം ഉണ്ടാകണമെങ്കിൽ അവന് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയം ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചെല്ലണമെങ്കിൽ അവൻ്റെ മാതൃഭാഷയിലും അവൻ്റെ ബുദ്ധിയിലേക്ക് ചെല്ലണമെങ്കിൽ അവൻ്റെ മറ്റുള്ള ഏതെങ്കിലും അവനറിയാവുന്ന ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിയിലേക്ക് ചെല്ലും. പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് ചെല്ലണമെങ്കിൽ തീർച്ചയായും അവൻ്റെ മാതൃഭാഷയിൽ തന്നെ പറയണം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരുപാട് വിദ്യാഭ്യാസം നേടി, അവന് ഒരുപാട് ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് മാത്രം അവൻ എല്ലാ കാര്യവും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒരു കാര്യം അവന് കൃത്യമായിട്ട് അതിൻ്റെ വൈകാരിക തലത്തെയും കൂടി മനസ്സിലാക്കണമെങ്കിൽ, അതറിയണമെങ്കിൽ തീർച്ചയായും അവന് സ്വന്തം മാതൃഭാഷയിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാതൃഭാഷയിൽ വിജ്ഞാനം പ്രചരിപ്പിക്കാത്തിടത്തോളം, അതായത് സ്വന്തം ഭാഷയിൽ അറിവ് മനസ്സിലാക്കാത്തിടത്തോളം കാലം വിജ്ഞാന സമൂഹം എന്നത്, അതായത് സ്വന്തം ഭാഷയിലാണ് വിജ്ഞാനം നേടേണ്ടത്, അറിവ് നേടേണ്ടത്. കാരണം ഒരു അറിവ് നമ്മൾ നേടുമ്പോൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഭാഷയിൽ അത് നമ്മൾ നേടാൻ സാധിക്കും. പക്ഷേ ആ അറിവ്, നമ്മൾ നേടിയെടുക്കുന്ന ആ അറിവ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെങ്കിൽ, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമ്മുടെ ഹൃദയത്തോട് അത് വൈകാരിക ബന്ധവുമായി ചേർന്ന് നിൽക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മാതൃഭാഷയിലാണ് ആ അറിവ് നേടേണ്ടത്. എന്ന് കരുതി മറ്റുള്ള ഭാഷകൾ പഠിക്കേണ്ട, അതിൽ മനസ്സിലാക്കേണ്ട എന്നല്ല. പക്ഷേ ഒരു കാര്യം അവൻ്റെ ഹൃദയത്തോട് ചേരണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷയിലാണ് അത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സ്വന്തം മാതൃഭാഷയിൽ ഒരു വിജ്ഞാനം പ്രചരിപ്പിക്കാത്തിടത്തോളം കാലം വിജ്ഞാന സമൂഹം എന്ന് പറയുന്നത് അത്രത്തോളം വൈജ്ഞാനികമായിട്ടുള്ള സമൂഹമാണ്, അറിവ് നേടുന്ന ഒരു സമൂഹമാണ്. ആ ആശയം എന്നത് അപൂർണം തന്നെയായിരിക്കും എന്നാണ്
പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മാതൃഭാഷ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. മാതൃഭാഷയുടെ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പോൾ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹം എന്ന പാഠഭാഗത്തെ ആശയങ്ങളും പ്രസ്താവനയും വിശകലനം ചെയ്ത് വൈജ്ഞാനിക സമൂഹവും മാതൃഭാഷയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ വൈജ്ഞാനിക സമൂഹം എന്താണെന്നും മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണെന്നും കൃത്യമായി നിങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷണമാണ് തയ്യാറാക്കേണ്ടത്, പ്രസംഗമല്ല. പ്രഭാഷണവും പ്രസംഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പം പ്രഭാഷണം എന്ന് പറയുന്നത് വിളിച്ചു വരുത്തപ്പെടുന്ന ഒരു സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. വിഷയത്തെക്കുറിച്ച് മുൻപേ തന്നെ ഈ പ്രഭാഷകന് ഒരു ധാരണയുണ്ടായിരിക്കും. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ മതപ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അത് വിളിച്ച് വരുത്തപ്പെടുന്ന അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേൾവിക്കാരുടെ മുമ്പിലാണ് ഈ പ്രഭാഷണം അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ പ്രസംഗം എന്നത് അങ്ങനെയല്ല. രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രസംഗങ്ങൾ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അത് വിളിച്ചു വരുത്തപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലല്ല ഈ പ്രാസംഗികൻ ഇത് അവതരിപ്പിക്കുന്നത്. പകരം ചിലപ്പോൾ ഒരു ജനമധ്യത്തിലാവാം, ഒരു കവലയിലാകാം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ജനമധ്യത്തിലാവാം. പക്ഷേ ഈ കേൾക്കുന്നവരെല്ലാം അതിനോട് യോജിക്കുന്നവരോ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നവരോ ആയിരിക്കില്ല. അതുപോലെ രണ്ടിൻ്റെയും ഭാഷാ ഉപയോഗം രണ്ടും വ്യത്യസ്തമാണ്. ഈ പ്രഭാഷകന് കൂടുതൽ ആശയങ്ങൾ തൻ്റെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്, കൂടുതൽ ആശയങ്ങൾ അവഗാഹം ഉണ്ടാകേണ്ടതുണ്ട്. ആ ആശയത്തെക്കുറിച്ച് കൃത്യമായിട്ട് തൻ്റെ കാണികൾക്ക്, തൻ്റെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാസംഗികന് അങ്ങനെയില്ല. പ്രസംഗം പറയുമ്പോൾ തൻ്റെ വാക്കിലൂടെ സാമർഥ്യമാണ് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത്. അവിടെ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അത്രയും പ്രാധാന്യം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അക്ഷരത്തെറ്റ് വരുത്താതെയും കൃത്യമായി അതിൻ്റെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രഭാഷണം തയ്യാറാക്കുക.